ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു. UDF നേരത്തെ തന്നെ സ്ട്രാറ്റജികൾ മെനയുന്നു. സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ കോതമംഗലം സീറ്റുമായി ബന്ധപ്പെട്ട് അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് വാങ്ങിക്കുക, പകരം പെരുമ്പാവൂർ വെച്ചുമാറുക, അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മുറുകെ പിടിച്ചാൽ കൂടെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മണ്ഡലമായിട്ട് കോതമംഗലം വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വഴങ്ങുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു വിഷയമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഇത്തരം ചില അറേഞ്ച്മെന്റ്സുകൾ കൂടി നടത്തി ഒരു പുതിയ സ്ട്രാറ്റജിയിലേക്ക് വരണം എന്ന് UDF വിചാരിക്കുന്നതിൽ തർക്കമില്ല. ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് അതിൽ ഒരു സമ്മതം ഉണ്ടാകാനോ വിയോജിപ്പുണ്ടാകാനോ എങ്ങനെയാണ് കാണുന്നത്, പ്രത്യേകിച്ച് മലയോര മേഖലകൾ കൂടി ആയതുകൊണ്ട്? അതിന് യാതൊരു സാധ്യതയില്ല. കേരള കോൺഗ്രസിന് വേരോട്ടമുള്ള ഒരു പ്രദേശമാണ് കോതമംഗലം. കാലാകാലങ്ങളായിട്ട് കേരള കോൺഗ്രസുകൾ മത്സരിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇടക്കാലത്ത് VJ പൗലോസ് അവിടെ 3 തവണ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. അല്ലാത്ത സമയത്തൊക്കെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, ജോസഫ് ഗ്രൂപ്പ്, അതുപോലെ ജേക്കബ് ഒക്കെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള സ്ഥലമാണ് കോതമംഗലം. കഴിഞ്ഞ 2 തവണ അവിടെ ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു എന്നുള്ള സത്യമാണ്. അതിന് പ്രത്യേക സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ തവണ TU കുരുളയുടെ പ്രായാധിക്യം, കഴിഞ്ഞ തവണ 2020യുടെ സാന്നിധ്യം, ഇതൊക്കെ മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ UDFന്റെ ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിലൊന്നാണ് കോതമംഗലം. ആ സീറ്റ് ജോസഫ് ഗ്രൂപ്പ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല. അത് രണ്ടാമത്തെ കാര്യം. അതിന് പകരം പെരുമ്പാവൂർ സ്വീകരിക്കുക എന്നുള്ള സാധ്യമാണ്. കാരണം എന്താ വെച്ചാൽ 2 കാര്യമുണ്ട്. ഒന്നാമത്, പെരുമ്പാവൂർ ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA ആണുള്ളത്. അദ്ദേഹത്തെ സീറ്റ് നൽകാതെ മാറ്റി നിർത്തും എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിൽ ജയിക്കുന്നവർക്ക് പിന്നെ സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ രീതി. എൽദോസ് കുന്നപ്പള്ളിയാണ് സിറ്റിംഗ് MLA. അത് CPMന്റെ കയ്യിലിരിക്കുന്ന സീറ്റല്ല പെരുമ്പാവൂർ. അപ്പോൾ CPMന്റെ കയ്യിലിരിക്കുന്ന കോതമംഗലം സീറ്റിന് വേണ്ടിയിട്ട് കയ്യിലിരിക്കുന്ന പെരുമ്പാവൂർ സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുക്കും എന്ന് വിചാരിക്കാൻ യുക്തിയില്ല. രണ്ടാമത്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള തീരെ സ്വീകാര്യമായിട്ടുള്ള സീറ്റല്ല പെരുമ്പാവൂർ. അവർക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ നല്ല സ്ഥാനാർത്ഥിയില്ല. മത്സരിച്ചാൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുമില്ല. UDF മണ്ഡലമാണ് പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ പോലും കോതമംഗലത്തെ താരതമ്യം ചെയ്യുമ്പോൾ പെരുമ്പാവൂർ അത്ര തന്നെ ഉറപ്പില്ലാത്ത സീറ്റാണ്. CPMനകത്തുള്ള ചില പടലപ്പിണക്കങ്ങളും മറ്റു ചില സാഹചര്യങ്ങളും കൊണ്ടാണ് കഴിഞ്ഞ തവണ തോറ്റുപോയത്. കാരണം കഴിഞ്ഞ തവണ ആ സീറ്റ് CPMന് ജയിക്കാമായിരുന്നു. പറ്റിയത് എന്താ വെച്ചാൽ അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുത്തു എന്നുള്ളത്. മാണി ഗ്രൂപ്പ് വന്നപ്പോൾ തന്നെ അവിടുത്തെ സാധാരണ CPMകാർ ഉള്ളുകൊണ്ട് എതിരായി. പിന്നെ പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഇദ്ദേഹത്തിനെതിരെ പാരപണിയുകയും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ആ നേതാക്കന്മാർക്കെതിരെ പിന്നീട് നടപടി ഉണ്ടാകുകയും ചെയ്തു. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു വച്ചുമാറ്റം നടക്കാൻ യാതൊരു സാധ്യതയില്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തന്നെ കോതമംഗലത്ത് മത്സരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജയശങ്കർ, കടുത്തുരുത്തിയുമായിട്ട് ബന്ധപ്പെട്ടും ഇതേപോലത്തെ ഒരു ചർച്ചകൾ നടക്കുക. ജോസ് കെ മാണിയെ UDFിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയം കൊണ്ട് മോൻസ് ജോസഫിനെ മാറ്റുക, മോൻസ് ജോസഫിനോട് ഏറ്റുമാനൂർ കൊടുക്കുക, അങ്ങനെ ഒരു ചർച്ചയും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മോൻസ് ജോസഫ് ഒരുപക്ഷെ പിണങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകൾ തന്നെ ലക്ഷ്യമിടുന്നു കോൺഗ്രസ്. അവിടെ മാത്രം വിലപേശലുകൾ നടക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത്. ഇതൊരു പക്ഷേ ജോസ് കെ മാണി ഇങ്ങോട്ട് വലിക്കുന്നതിന് മുൻപ് തന്നെ ഇതിനകത്ത് ഒരു പടയൊരുക്കം നടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇല്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഈ ഇത്രയും പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴും UDFിൽ ഉറച്ചു നിന്നൊരു പാർട്ടിയാണ്. കേരള കോൺഗ്രസ് പിളർന്ന് ജോസഫ് മാണിയും കൂട്ടറും ഒക്കെ LDFിലേക്ക് പോയപ്പോഴും കോൺഗ്രസിന്റെ കൂടെ UDFിന്റെ കൂടെ ഉറച്ചു നിന്ന ഒരു ഘടകകക്ഷിയാണ്. അവരെ വെറുപ്പിച്ചുകൊണ്ട് മാണി ഗ്രൂപ്പിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രവുമല്ല, കടുത്തുരുത്തിയിൽ ജോസ് കെ മാണിക്കുള്ളേക്കാൾ വിജയ സാധ്യത ഇപ്പോഴും മോൻസ് ജോസഫിന് തന്നെയാണ്. അദ്ദേഹം ജനകീയനാണ്, നാട്ടുകാരനാണ്. ജോസ് കെ മാണി നാട്ടുകാരനും അല്ല, ജനകീയനും അല്ല. വളരെ നന്ദി അഡ്വക്കേറ്റ് K ജയശങ്കർ, വിവരങ്ങൾ വിശകലനം നടത്തിയാണ്. വളരെ നന്ദി. ഒരിക്കൽ കൂടി